പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗ്. ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സിലാണ് റീഡിംഗ് മെത്തേഡ്സും റൈറ്റിംഗ് മെത്തേഡ്സും. റൈറ്റിംഗ് മെത്തേഡ്സിലേക്കാണ് റൈറ്റ് ഫംഗ്ഷൻ, റൈറ്റ് ലൈൻസ് ഫംഗ്ഷൻ. റീഡിംഗ് മെത്തേഡ്സിലേക്കാണ് റീഡ് ഫംഗ്ഷൻ, റീഡ് ലൈൻ ഫംഗ്ഷൻ, റീഡ് ലൈൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിന്റെ യൂസ് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കാം, ഒരു ലിസ്റ്റ് തന്നേപ്പോണ്ട് ഫ്രൂട്ട്സ് ഇസിക്കൽ ടു ആപ്പിൾ, ഓറഞ്ച്, ബനാന. ഈ ലിസ്റ്റ് നമുക്ക് റൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ റൈറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് റൈറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് എന്താണ് ഫയൽ ഓപ്പൺ ചെയ്യണം. ഏത് മോഡിലാണ്? റൈറ്റ് മോഡിൽ ഓപ്പൺ ആക്കണം അല്ലേ. ഇപ്പോൾ ഞാൻ ഒരു ഫയൽ ഒബ്ജക്റ്റ് കൊടുത്തു, F1 എന്ന് പറഞ്ഞ ഫയൽ ഒബ്ജക്റ്റ് കൊടുത്തു, ഈക്വൽ ടു ഓപ്പൺ ഫയൽ മോഡ്. ഞാൻ ഫയലിൻ്റെ പേര് എന്ത് കൊടുത്തു? ഞാനിപ്പം hello.txt എന്ന് കൊടുത്തു. ടെക്സ്റ്റ് ഫയലാണ്, സോ hello.txt എന്ന് കൊടുത്തു. ദെൻ ഏത് മോഡിൽ ഓപ്പൺ ആക്കി? W മോഡിൽ ഓപ്പൺ ആക്കി, കാരണം റൈറ്റിംഗ് മോഡല്ലേ, അപ്പോൾ W മോഡിൽ ഓപ്പൺ ആക്കി. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. ഓപ്പൺ ആക്കിയല്ലോ. ഇനി നമുക്ക് റൈറ്റ് ചെയ്താൽ പോരെ. രണ്ട് മെത്തേഡ്സ് ഉണ്ട് റൈറ്റിംഗ് മെത്തേഡ്സിന്, റൈറ്റ് ഫംഗ്ഷനും റൈറ്റ് ലൈൻസ് ഫംഗ്ഷനും. ഇതിനകത്ത് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? നമുക്ക് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ F1 റൈറ്റ് യൂസ് ചെയ്യുകയാണ്. റൈറ്റ് ബ്രാക്കറ്റിൽ ഞാൻ എൻ്റെ ലിസ്റ്റിൻ്റെ പേരെന്താണ്? ഫ്രൂട്ട്സ് അല്ലേ. ഫ്രൂട്ട്സ് കൊടുത്തു. എന്ത് പറ്റുമെന്ന് നോക്കാം. എറർ വന്ന് കാര്യം വന്ന്. റീസൺ എന്താണ്? ആ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആകെ ഒറ്റ സ്ട്രിങ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് എന്താണ്? ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്ന് പറഞ്ഞാൽ 3 ലൈൻസ് ഉണ്ട്. നമുക്കപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? റൈറ്റ് ലൈൻസ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എന്താണ്? ഞാൻ വീണ്ടും കൊടുക്കുകയാണ് F1 റൈറ്റ് ലൈൻസ്. അതാണ് റൈറ്റ് ലൈൻസ് ബ്രാക്കറ്റിൽ എന്താണ് എൻ്റെ ലിസ്റ്റിൻ്റെ പേരെന്താണ്? ഫ്രൂട്ട്സ്. ഓക്കെ, നമുക്ക് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. അവിടെ റൈറ്റ് ആയി. ഓക്കെ, കുഴപ്പമില്ലല്ലോ, റിട്ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് റീഡ് ചെയ്യാം. ഈ ഒരു ഫയൽ ഒബ്ജക്റ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഫയലിൽ കിടക്കുന്ന ഐറ്റംസിനെല്ലാം റീഡ് ചെയ്യണം. ആദ്യമായിട്ട് ഓക്കെ, ഞാൻ ഇതാണ് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തു. F1 ക്ലോസ് ചെയ്തു. ആ ഫയലിനെ ക്ലോസ് ചെയ്തു. നമുക്ക് വേറെ മോഡിൽ ഓപ്പൺ ആക്കി അല്ലേ. ഞാനൊരു ഫയൽ ഒബ്ജക്റ്റ് വീണ്ടും ഓപ്പൺ ആക്കുകയാണ്. ഏത് മോഡിൽ? നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന മോഡ് ഏതാണ്? റീഡിംഗ് മോഡ്, അഥവാ R മോഡ് അല്ലേ. ഞാനിതാണ് ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഏത് മോഡിലാണ്? ഏത് ഫയലാണ്? hello.txt ആണ് അല്ലേ. hello.txt ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഏത് മോഡിലാണ്? ഏത് മോഡ്? R മോഡ് അല്ലേ. യെസ്, R മോഡിൽ ഓപ്പൺ ആക്കി. എന്നിട്ട് ഞാനത് റീഡ് ചെയ്യാൻ പോവുകയാണ്. F1 റീഡ് ബ്രാക്കറ്റിൽ, റീഡ് മെത്തേഡ്, റീഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റീഡ് ബ്രാക്കറ്റിൽ n എന്നാണ് നമ്മുടെ സിൻടാക്സ് അല്ലേ. n എന്ന് പറയുമ്പോൾ എത്ര ബൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ റീഡ് ബ്രാക്കറ്റിൽ ഞാൻ 4 കൊടുക്കുകയാണ് എങ്കിൽ അവിടെ എന്ത് വരും? ആ ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് അവിടെ റീഡ് ആയിട്ട് വരും. നമുക്ക് നോക്കാം. APPL അഥവാ ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് ഇല്ലയോ അവിടെ റിട്ടേൺ ആയിട്ട് വന്നത്? യെസ്, സോറി, നമുക്ക് റീഡ് ആയിട്ട് വന്നത് APPL അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. F1 റീഡ് ബ്രാക്കറ്റിൽ 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? റിമൈനിങ് 3 ക്യാരക്ടേഴ്സ് അവിടെ റീഡ് ആയിട്ട് വരും അല്ലേ. നമുക്ക് നോക്കാം. ആ റിമൈനിങ് 3 ക്യാരക്ടേഴ്സിൽ വന്നാണ് ഇവിടെ APPLE ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് വന്നില്ല. APPLE ഫസ്റ്റ് റീഡ് ആയിട്ട് വന്നു. ദെൻ ഇനി അടുത്ത എന്താണ്? APPL. ദെൻ അടുത്ത എന്താണ്? E/N/O. ഇതെന്താണ്? 3 ക്യാരക്ടേഴ്സ് ഇല്ലേ. അപ്പോൾ 3 ക്യാരക്ടേഴ്സ് അവിടെ റീഡ് ആയിട്ട് വന്നു. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത റീഡ് ലൈൻസ് ഫംഗ്ഷൻ നോക്കാം. റീഡ് ലൈൻസ് ഫംഗ്ഷനും റീഡ് ലൈൻ ഫംഗ്ഷനും നോക്കാം. അതിന് മുന്നേ റീഡ് ഫംഗ്ഷൻ തന്നെയാണെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ കൊടുത്തു നോക്കാം. അതായത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. F1 ഓപ്പൺ hello.txt എന്നിട്ട് എന്ത് ചെയ്തു? ഞാനിതാണ് R മോഡിൽ തന്നെ ഓപ്പൺ ആക്കി കേട്ടോ. യെസ്, എന്നിട്ട് ഞാൻ F1 റീഡ് എന്ന് മാത്രം കൊടുക്കുകയാണ്. എന്ത് അവിടെ റീഡ് ആയിട്ട് വരും? എൻ്റയർ ഫയൽ കണ്ടന്റ് ഫുള്ളായിട്ട് അവിടെ റീഡ് ആയിട്ട് വരും അല്ലേ. കാരണം എന്താണ്? അവിടെ റീഡ് മെത്തേഡിനകത്ത് ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തില്ല. റീഡ് ഫംഗ്ഷനുള്ളിൽ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും? എൻ്റയർ ഫയൽ കണ്ടന്റ് ഫുള്ളായിട്ട് റീഡ് ആയിട്ട് വരും അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഞാൻ വീണ്ടും ഫയൽ ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ hello.txt തന്നെയാണ് ഞാൻ റീഡ് ആക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? hello.txt കോമ ഏത് മോഡാണ്? R മോഡ് തന്നെ, റീഡിംഗ് മോഡ് അല്ലേ. യെസ്, എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത റീഡ് ലൈൻ ഫംഗ്ഷൻ നോക്കാം. റീഡ് ലൈൻസ് അല്ല, റീഡ് ലൈൻ. അപ്പോൾ F1 റീഡ് ലൈൻ നോക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. റീഡ് ലൈൻ ഫംഗ്ഷൻ റീഡ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും റീഡ് ചെയ്ത് നോക്കാം? എന്താണ്?
ഫസ്റ്റ് ലൈൻ മാത്രം റീഡ് ആയിട്ട് വന്നു, അഥവാ ആപ്പിൾ /n, അഥവാ അവിടെ ഫസ്റ്റ് ലൈൻ മാത്രമായിട്ട് റീഡ് ചെയ്തു, ഒറ്റ ലൈൻ മാത്രം റീഡ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ലൈൻ മാത്രം റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ത്, റീഡ് ലൈൻ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. വീണ്ടും ഞാൻ ഫയൽ ഓപ്പൺ ആക്കി. f1 is equal to open hello.txt, R മോഡിൽ ഓപ്പൺ ആക്കി അല്ലേ, R മോഡിൽ സാർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് f1 റീഡ് ലൈൻസ് നോക്കാം. നമുക്ക് റീഡ് ലൈൻസ് ഫംഗ്ഷൻ നോക്കാം. റീഡ് ലൈൻസ് ഫംഗ്ഷൻ നോക്കുമ്പോൾ എന്ത് റിട്ടേൺ ആയിട്ട് വരും, എൻ്റയർ ഫയൽ കണ്ടിട്ട് ഫുള്ളായിട്ട് റീഡ് ആയിട്ട് വരും. അപ്പോൾ എൻ്റയർ ഫയൽ കണ്ടിട്ട് ഫുള്ളായിട്ട് റീഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, റീഡ് ലൈൻസ് ഫംഗ്ഷന്, പിന്നെ റീഡിംഗ് മെത്തേഡ്സ്, റീഡിംഗ് ഫംഗ്ഷനകത്താണെങ്കിൽ നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് കൊടുത്താലും ദെൻ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തില്ലെങ്കിലും എൻ്റയർ ഫയൽ കണ്ടിട്ട് ഫുള്ളായിട്ട് റീഡ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റിംഗ് മെത്തേഡ്സും റീഡിംഗ് മെത്തേഡ്സിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.